ഞാൻ 2010 എൻ്റെ MS ഓർത്തോ മാസ്റ്റേഴ്സ് ഇൻ ഓർത്തോപെഡിക്സ് ട്രെയിനിങ് കഴിഞ്ഞത്. ആ സമയത്ത് ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒട്ടനവധി ഫെലോഷിപ്സ് അവൈലബിൾ ആയിരുന്നില്ല. വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ്, വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് ഹോസ്പിറ്റൽസിൽ മാത്രമേ ഈ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ട്രെയിനിങ് ഇൻ ഓർത്തോപെഡിക്സ് എന്ന് വെച്ചാൽ ഓർത്തോപെഡിക്സിനകത്ത് തന്നെ ആർത്രോസ്കോപ്പി, അതായത് കീ ഹോൾ സർജറിയുടെ സ്പെഷ്യലൈസേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, ജോയിന്റ് റീപ്ലേസ്മെന്റ്, മുട്ട് മാറ്റി വയ്ക്കുക, ഇടുപ്പ് മാറ്റി വയ്ക്കുക, അത്തരം ശസ്ത്രക്രിയകൾ, അതിൻ്റെ ട്രെയിനിങ്, പീഡിയാട്രിക് ഓർത്തോപെഡിക്സ്, ബോൺ ട്യൂമേഴ്സിൻ്റെ ഡീൽ ചെയ്യാനുള്ള ആ രീതിയിലുള്ള ഒരു ഫെലോഷിപ്പ് ട്രെയിനിങ്, ഇതൊക്കെ വളരെ കുറവ് സീറ്റ്സേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇവിടെ ഒരു ഫെസിലിറ്റീസ് കുറവായിരുന്നു താരതമ്യേന. പക്ഷേ ഇപ്പോൾ 2026 നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് വിദേശ രാജ്യത്ത് പോയിട്ട് ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉടനടി നമ്മളുടെ മറുപടി വിദേശ രാജ്യത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. ലോകം മുഴുവൻ ഇന്ത്യയിലേക്കാണ് വരുന്നത്. നമ്മൾ യൂട്യൂബിലും മറ്റും കാണാറുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ പ്രാവശ്യം അഭിപ്രായപ്പെട്ടത്, അദ്ദേഹത്തിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എവിടെയായിരിക്കും വരാൻ ചാൻസ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം അമേരിക്കക്കാരനാണ്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലായിരിക്കും വരിക. കാരണം വേൾഡ് ക്ലാസ് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി US ഉള്ളതിൻ്റെ പകുതി ഡിലേ തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും വേൾഡ് ക്ലാസ് ഓൺ പാർ വിത്ത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അത് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ ട്രെയിനിങ് കൂടി അതുപോലെ വളർന്നു കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും നല്ല കൺട്രി ഇന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ രാജ്യം തന്നെയാണ്. ഇന്ത്യയിൽ തന്നെയാണ് ഏറ്റവും നല്ല ട്രെയിനിങ് ഫെസിലിറ്റി ഇപ്പോൾ ഓർത്തോപെഡിക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്.